അങ്ങനെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കുറേ ദൂരം നടന്നതിന് ശേഷം ഇപ്പോൾ ഏകദേശം നമ്മുടെ മലവെള്ളം ഇറങ്ങുന്ന ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ ഇപ്പോൾ ഇവിടെ അത്യാവശ്യം വലിയ വലിയ പാറക്കെട്ടുകളെല്ലാം വന്ന് കിടക്കുന്നതെല്ലാം. മുന്നേ ഏകദേശം 2-3 മാസം മുന്നേ ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു. അത്യാവശ്യം ഫ്ലഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി വരും വീഡിയോസിൽ ഞാൻ ആ ഫ്ലഡിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു വേരിയേഷൻ. ഇത് നമ്മുടെ സന്ധ്യ ചേച്ചിയാണ്, നേപ്പാളിൽ നിന്നാണ് പുള്ളിക്കാരി അത്യാവശ്യം ഹൈക്കൊക്കെ ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ 7 പേരടങ്ങുന്ന ടീം. ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനാണ്, അതുകൊണ്ട് എന്നെ കാണാൻ പറ്റത്തില്ല. ഇതാണ് നമ്മുടെ മാപ്പ്. ഞാൻ മുന്നേ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നായിരുന്നു. ഇതാണ് നമ്മുടെ പോകുന്ന വഴിയെല്ലാം. കാണുമ്പോൾ ജസ്റ്റ് നിരപ്പായിട്ട് തോന്നും, പക്ഷേ അല്ല, അത്യാവശ്യം ചരിഞ്ഞിട്ടാണ്. ഒരു 40-50 ഡിഗ്രി ചരിവുണ്ട്. അത്യാവശ്യം ഓക്കെയാണ്, നല്ല രസമാണ് കാണാനായിട്ട്. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നതാണ് പോകുന്ന വഴിയുടെ ഏരിയയിൽ. ഈ കാണുന്ന ഞാനിപ്പം മാപ്പിൽ മാർക്ക് ചെയ്ത ആ വഴിയിലൂടെയാണ് ഞാൻ വാക്ക് ചെയ്യുന്നത്. ഞാൻ ക്യാരി ചെയ്യുന്ന മാത്രം ഏകദേശം 7 to 8 ലിറ്റേഴ്സ് ഓഫ് വാട്ടറും ക്യാമറയുടെ കുറച്ച് ആക്സസറീസും പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതൊന്നും എത്തിയിട്ടില്ല. ആകപ്പാടെ ടോട്ടൽ 3 hours ആവത്തേ ഉള്ളൂ. 2.5-3 hours അത്ര എത്തിയിട്ടുള്ളൂ. ഇനിയുണ്ട് ഏകദേശം 3 hours നടക്കാനായിട്ട് വേണ്ടിയിട്ട്. ചെറിയൊരു പോർഷൻ മാത്രമാണ്. അത്യാവശ്യം ഞാൻ ക്യാരി ചെയ്യുന്ന 15 kg ഉണ്ട് 2 ബാഗിലുമായിട്ട്. ഇത് നമ്മുടെ ജിയോളജിസ്റ്റ് ആയിട്ടുള്ള ഹരിച്ചേട്ടനാണ് പാറ കഷ്ണമൊക്കെ ഇളക്കി എടുത്തിട്ട്. പുള്ളിക്കാരൻ ടെമ്പറേച്ചറിൻ്റെ കാര്യം പറയാണ്. അങ്ങനെ ഒരു ആട്ടുംകുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ആട്ടുംകുട്ടി എന്ന് പറയാൻ പറ്റില്ല, സലാലി എന്നാണ് ഇതിനെ പറയുന്നത്. ഒരുതരം ഐബക്സിൻ്റെ വേറൊരു സ്പീഷീസ് എന്നാണ് പറയാൻ.